ഗൈസ് നമ്മൾ ഏതോ ഒരു ഗെയിം പ്ലേ സ്റ്റോർ കണ്ടു ജസ്റ്റ് ഒന്ന് കൂകൂർ കയറ്റി വെക്കാം. നിങ്ങൾക്കൊന്ന് കാണിച്ചു കളിച്ചൊന്ന് കയറ്റി കണ്ട് ഗൈസ്. ഇതൊരുമാതിരി നമ്മൾ എന്താ പറയുക, കാറൊക്കെ ഓടിക്കുക, പിന്നെ കുറച്ച് നമ്മളെ റൈഡിങ് എന്ന് വെച്ചാൽ നമ്മൾ കാറൊക്കെ ഓടിച്ചെടുക്കുക. അത് മെയിൻ സാധനം നമ്മളെ വീട് ചെന്നതാണ്ട ഈ ഒരു മഞ്ഞ കാർ. ഇതാണ് ഫ്ലാറ്റ് നമ്മളുണ്ടായി ഒരു മഞ്ഞ കാർ. ഇതാണ് നമ്മളെ വീഡിയോസ് ഗൈസ്. കാറൊക്കെ കുറേ, പക്ഷേ കാറിന് അത്ര ഭയങ്കര പൈസ കീയില്ലെങ്കിൽ തുറക്കും. നമ്മുടെ കാറൊക്കെ എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല ഗൈസ്. ഇത് കടിയിരുന്നു. ഇത് ഇവിടെ നിൽക്കുക. മുണ്ടൊട്ടൊരു ചേച്ചി മുണ്ടൊട്ടൊരു ചേച്ചി വരുന്നുണ്ട്. പിന്നെ ഈ ചേട്ടൻ പോകുന്നുണ്ട്. ചേട്ടൻ കൂടി കാണാൻ പറ്റില്ല. അപ്പോൾ രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. ഫുഡൊക്കെ നമ്മൾ കഴിയില്ല. അപ്പോൾ സെറ്റ് എന്തൊക്കെയോ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാൻ നോക്കിയേക്കാം. നമ്മൾ എടുക്കാൻ ചേട്ടാ ചേട്ടാ നിൽക്ക് അടച്ചേട്ടാ നിൽക്ക് ചേട്ടാ നിൽക്ക്. ഈ ചേട്ടൻ കൂടെ നോക്കി പോയി തരില്ല. വേറെ എവിടെയെങ്കിൽ അങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ ഈ സിറ്റിയിൽ ഒരു അനാഥ പ്രേതത്തെ പോലെ നടക്കുകയാണ്. എവിടെയാ നമ്മളെ പാർക്ക് എവിടെ, ഹോസ്പിറ്റലിലെവിടെ, ഒന്നും അച്ഛനെനിക്ക് വളരെ ഇതൊക്കെ എന്ത് കുറേ നേരെ നമ്മൾ നേരത്തെ തന്നെ അവിടെ നിന്ന് നടക്കുന്നുണ്ട്. ചിലപ്പോൾ കാർ ഷോറൂം അങ്ങനെയൊക്കെ. പക്ഷെ അവിടെ പോയി ഇവിടെ ഇത്ര നേരം നമ്മളെ ഈ ഒരു ഫ്ലാറ്റ് ചുറ്റി കാണാനൊക്കെ ആണല്ലേ വെറുതെ. എന്തൊക്കെയോ ഉണ്ട് എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. എന്താണ് സാധനം സംഭവമായിട്ട് നമ്മൾ മനസ്സിലായി പൈസ കീസൊന്നും തുറന്നിട്ടില്ല. പൊട്ടന്മാർ തുറന്നിട്ടില്ല. എന്തൊക്കെയോ സാധനം കിട്ടി. പക്ഷെ നമ്മൾ നേരെ കണ്ട് അവിടേക്കൊന്നും പോയില്ല. എന്തെങ്കിലും കിട്ടിയാലോ. തുടക്കത്തിൽ പിച്ചുകാരനെ അഭിനയിച്ച് വല്ല പൈസ ഇട്ട് നോക്കിയേക്കാൻ പാടില്ല. നമ്മൾ തുള്ളി നമുക്ക് കിട്ടിയത്ര പൈസ ഉണ്ടാകും. എത്ര പൈസ 500 റുപ്യ 100 റുപ്യ അങ്ങനെ ഒന്നും കിട്ടും. നമുക്ക് പൈസ കൊണ്ടുള്ള ഉപകാരമില്ല. പക്ഷെ നമുക്ക് എന്തൊക്കെയോ കളിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ എന്തെങ്കിലും പിന്നെ കാണിക്കണേ. ലിഫ്റ്റ് അടിച്ചുകൊണ്ട് കയറിപ്പോയാൽ ഞാൻ ചീത്തയും വിളിച്ചു ലിഫ്റ്റും തരില്ല. അവിടെ എന്താ കാണുന്നത് മനസ്സിലാവും. നമ്മൾ അങ്ങോട്ട് അവിടെ കണ്ടിട്ടൊരു കാർ ഷോറൂമോ ബെഡ് ഷോറൂമായിട്ട് തന്നെ ബെഡ്. ഇതെന്ത് സാധനമാണ് ഇത്? നമ്മൾ മാരുതി കസാര ഷോപ്പോ വെറുതെ ജസ് എന്ത്. പിന്നെ അവിടെ ഇതെടുക്കാം, ഒരു TV കൊണ്ട് എടുക്കാം, ഒരു AC കൊണ്ട് എടുക്കാം. ACക്ക് എത്രയാ? 150 പൈസ കിട്ടി. വീട്ടിൽ കൊണ്ട് വിറ്റാക്കി. വീട്ടിൽ AC ഇല്ലടോ. പിന്നെ ഒരു TV ഒന്നുമില്ല ഇവിടെ. എന്ത് സാധനം പറയുന്നത്. നമ്മൾ 500 റുപ്യ കിട്ടി. നമുക്ക് 500 റുപ്യ 400, ബാക്കി 10 രൂപ. 490 രൂപ ചിലവാക്കി. ഈ ബാക്കിയുള്ളത് 10 രൂപ മാത്രം. നമ്മൾ AC കൊണ്ട് ഞാൻ കൂടെ നടക്കും. ഇത് AC ആണോ? ഏതല്ലേ നമ്മൾ വണ്ടിക്ക് വേണ്ട സാധനം. വണ്ടി ഉണ്ടാക്കാൻ സാധനമാണ് പറ്റിയാണ്. AC കടയിൽ തന്നെ നമ്മളെ വണ്ടീൻ്റെ പാർട്സ് മേടിക്കുന്ന സ്ഥലമാണ്. വണ്ടീൻ്റെ മുമ്പുള്ള ഭാഗം മേടിച്ചും ലൈറ്റൊക്കെ തന്നെ മതി. ഇത് വെടിക്കാൻ പറ്റും, ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? നിർത്താണ്ട പോയി നോക്കാം. നിർത്താണ്ട പോലും പോവാണ്. ഇവർക്കൊന്നും മനുഷ്യത്വമുണ്ടാണെങ്കിൽ അതുപോലെ കാര്യം. നമ്മൾ വീട്ടിൽ പോയിട്ട് നല്ല വിശക്കുന്നുണ്ട്. അവിടെ ഡോറട്ടീസ് കുറച്ച് പഠിത്തം നമ്മൾ ജയിക്കുക. നമ്മളിൻ്റെ മിക്കവാറും പകുതി പാർട്ട് 2ലേക്ക് ഉണ്ടാവുക. മിക്കവാറും നമ്മളിത് നിർത്തും. ഒരു ആണക്കപ്പെണ്ണാച്ച ഗെയിമായി. ആക്രിക്ക് പൈസ കൊടുക്കണം കാരണം അത് ഇന്ന് നാടാണിപ്പോൾ. ഇത് നമ്മളൊക്കെ ഇവിടെ ആക്രിക്ക് പൈസ കൊടുക്കണം. നമ്മൾ നിർത്തുകൊണ്ട് പോയി തന്നെയാണ്. ദിസ് ഈസ് അണ്ണപ്പൊണ്ണാച്ച ഗെയിമായി. എനിക്ക് എന്താ പറയുക, ഇതൊരു ഹാങ് ഒരു 360 ഡിഗ്രി കറങ്ങിക്കൊണ്ടിരിക്കാം. നിങ്ങൾ എൻ്റെ ഫ്ലാറ്റ് ഉണ്ടല്ലോ, ഫ്ലാറ്റ് ഞാൻ കാണിച്ചു തരാം. ഫ്ലാറ്റ് എന്ന് പറയാൻ പറ്റും. എന്തൊക്കെയൊരു പ്രേതാലയം പുറത്ത് കുറേ സ്ഥലങ്ങൾ.
ഞാനത് നമ്മളെ GTA 5 ഒക്കെ വെച്ച് കയറ്റി ഒരുമാതിരി 2 ഗെയിമായി പോയി അണ്ടിപ്പൊളി. അക്രയ്ക്ക് വരെ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ഗെയിമാക്കിയത് ഗൈസ്. നമ്മളെന്തായാലും പോവാണ് ഗൈസ്. നമ്മളിന്നെ അധികം ഇവിടെ നിന്നല്ലേ നമുക്ക് ഭ്രാന്ത് പിടിക്കും. നമ്മൾ ഈ ഗെയിം ഡിലീറ്റാക്കി വേറെ നല്ല നല്ല ഗെയിമുകൾ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 10 കളി കളിക്കുന്നത്. ഇതാ 10 ഡോറ് 10 വീടും കണ്ട. അയ്യോ ഇതാണ് നമ്മളെ വീടെങ്കിലും നിങ്ങൾക്ക് ഈ സ്ഥലം ചുറ്റുകയാണെങ്കിൽ നമുക്ക് ഇതോടെ നമ്മൾ മതിയിപ്പിക്കും. ഗെയിമേ മതിയിപ്പിക്കും. ഒരു അണ്ടിപ്പൊളി 490 രൂപ കൊണ്ട് കളയുകയും ചെയ്തു. ലിഫ്റ്റ് എന്ന് പറയാൻ ചിലപ്പോൾ ലിഫ്റ്റ് കാണല്ലേ. നമ്മളെ ഫ്ലോർ വരുന്നത് നമ്മളത് 4 നമ്മൾ ലിഫ്റ്റ് 4 വരുന്നത് 4 കല്ലുകൂട്ട് അടിക്കണം. നമ്മൾ ഫ്ലോർ 4 തീർത്തില്ല. ഇവർക്ക് എന്താ കംപ്ലൈൻ്റ് ഉണ്ടോ? എസ്കേപ്പ് എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ സെറ്റി നമ്മളെ കുറച്ച് പോ എന്താത് വട്ട് ആ ഓഫാക്കി ഒരു 5 റെസ്റ്റിങ് ഉണ്ടാകുമ്പോൾ ചെയ്യണത്. ഇത് ഓഫാക്കി വീടും അറിയാം. ഇതാക്കിയ എവിടെയാണ് വീട് അങ്ങനെ നമ്മളെ വീടെത്തിരിക്കുന്നു. ഇതാണ് നമ്മളെ വീട്. അടുത്ത വീട് പിന്നെ അടുത്ത വീട് എന്താ പറയുക. ബായ്.